നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച, സങ്കടകര ചതുർത്ഥി. അതും വന്നിട്ട് ശുക്രവാരത്തിൽ വരക്കൂടിയത്. ഈ സങ്കടകര ചതുർത്ഥിയിൽ ഈ പൊരുൾകളെ നിങ്ങളുടെ വീട്ടിലെ പൂജയറയിൽ വയ്ക്കുക. അതിലൂടെ നമ്മുടെ ജീവിതമേ മാറി പണപ്പെരുപ്പ് നമുക്ക് വന്നു ചേരും. സെൽവം അധികരിച്ച് വന്നിട്ടേയിരിക്കും. അത് എന്ത് വഴിപാട് മുറയെന്ന് നോക്കുന്നതിന് മുന്നേ ഇത് വന്നിട്ട് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. ഇന്ന് രാത്രി 9 മണി വരെയാണ് പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്കുള്ള പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നാളെ ജൂലൈ മാസം 4-ാം തീയതിയാണ് തിഥി വരുന്നത്. നമ്മുടെ ചാനൽ മുന്നേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതിയതാണ് നിങ്ങൾക്കും ചേരണച്ചാൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ വന്നോളൂ, ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ പതിവിൽ വന്നിട്ട് ഏതെല്ലാം പൊരുൾകൾ എങ്ങനെയെല്ലാം നമ്മൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. വിനായക ഭഗവാൻക്കെന്നുള്ള വ്രതത്തിലെ ഏറ്റവും ഭയങ്കര ശക്തിയായ ഒരു വ്രതമാണ് ചതുർത്ഥി. ഒരു മാസത്തിൽ വന്നിട്ട് 2 വകയാണ് ചതുർത്ഥിയാണ് വരുന്നത്. അമാവാസ്യ തിഥി കഴിഞ്ഞു വരുന്ന ചതുർത്ഥിയെ വളർപ്പുറ ചതുർത്ഥി എന്നും പൗർണമിക്ക് പിറകില് വരக்கூடிய ചതുർത്ഥിയെ തേയ്പിറ ചതുർത്ഥി എന്നാണ് പറയുന്നത്. ഇതിൽ വന്നിട്ട് മാസം മാസം വരുന്ന ഈ തേയ്പിറ ചതുർത്ഥി വന്നിട്ട് ഒരു വിശേഷപ്പെട്ട പേരിലാണ് അറിയപ്പെടുന്നത്. അത് സങ്കടകര ചതുർത്ഥി. നമ്മൾ അതിനെയാണ് സങ്കടകര ചതുർത്ഥിയായിട്ട് എടുക്കേണ്ടിയത്. സങ്കടങ്ങളെയെല്ലാം വേരോട് പിഴുതെറിയുന്ന, മീൻസ് സങ്കടം എന്ന് വെച്ചാല് സങ്കടങ്ങള്, ഹരൻ എന്ന് വെച്ചാല് തീർക്കക്കൂടിയത്. മനസ്സിലായല്ലേ? നിറയെ പേര് വന്നിട്ട് ഈ സങ്കടകര ചതുർത്ഥിയെ മുഴുമയായിട്ട് അങ്ങ് പറയാതെ എന്താ പറയുന്ന വെച്ചാല് സങ്കട ചതുർത്ഥി എന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാല് നമുക്ക് സങ്കടങ്ങൾ മാത്രമേ വരത്തുള്ളൂ. സങ്കടങ്ങള് നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകില്ല. അതിനാല് സങ്കടഹര ചതുർത്ഥി എന്ന് ഉച്ചരിച്ചോളുക. വിഘ്നങ്ങളെ എല്ലാം തീർക്കക്കൂടിയ അർബുദമായ ഒരു വ്രതമാണ് ഈ സങ്കടകര ചതുർത്ഥി. വിനായക പെരുമാൻ എന്ന് വെച്ചാല് മുഴുമുന കടവുകളാണ് നമ്മുടെ ദൈവം. ഏതൊരു കാര്യം നമ്മൾ ആരംഭിക്കുന്നതിന് മുന്നാടിയും ഫേസ്റ്റിൽ വന്നിട്ട് വിനായക ഭഗവാനെ, പിള്ളയാരെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നത്. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫേസ്റ്റ് പ്രതിഷ്ഠ തന്നെ പിള്ളയാരുടെ പ്രതിഷ്ഠയായിരിക്കും. അത് ശ്രദ്ധിച്ച്, ഇതുവരെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അതിന് ഒരു തടസ്സവുമില്ലാതെ നല്ല വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. നമുക്ക് വിജയം മാത്രമായിരിക്കും ബലം. അതിനാലെയാണ് ഏതൊരു കാര്യം നടക്കുന്നതിന് മുന്നേ ആയിട്ടും ഒരു ചെറിയ വിനായകരെ നമ്മൾ മഞ്ഞളിൽ പൊടിച്ചു വെക്കുന്നത്. നമ്മൾ വീട്ടിൽ പൂജയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയുള്ള വിനായകർക്ക് ഉകந்த വ്രതം ഇരിക്കില്ലയാ. അത് ഏത് ദിവസം വരുന്നോ അതിനെ പൊറുത്ത് അതിന്റെ ഫലങ്ങളും മാറി മാറി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് ജൂലൈ മന്തിൽ വന്നിരിക്കുന്ന തേയ്പിറ സങ്കടഹര ചതുർത്ഥി വ്രതം വന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ചയെ നമ്മൾ ശുക്രവാരം എന്നല്ലേ പറയുന്നത്. ശുക്രദശ വന്നാലേ എത്ര പാവപ്പെട്ടവനായാലും ശരി പണക്കാരനാകുമെന്നാണ് ഐതിഹ്യം. അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നുവെച്ചാൽ മിറാക്കൾ നടത്തുന്ന ശുക്ര ഭഗവാന്റെ അരുള് കിട്ടുന്ന ഈ വെള്ളിയാഴ്ച എന്ത് തൊട്ടാലും അതിൽ നമുക്ക് വിജയം ഏർപ്പെടുത്തി തരുന്ന വിനായകർക്ക് ഉകந்த സങ്കടഹര ചതുർത്ഥി വന്നത് ഭയങ്കര സിറപ്പാന വിഷയം. അങ്ങനെയുള്ള ഈ സങ്കടഹര ചതുർത്ഥിയുടെ തിഥി ഇരിക്കുമില്ലേ, അത് ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച 10:26 AM രാവിലെ ആരംഭിച്ച് അത് നാളെ ശനിയാഴ്ച 10:57 10:57 AM വരെ ഉണ്ട്. പൊതുവെ വന്നിട്ട് വിനായകർക്ക് ഈ ചതുർത്ഥി ടൈമിൽ പൂജ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5 PM ഇരുന്ന് 6 PM വരെയാണ്. ആ ടൈമിലാണ് ഒട്ടുമുക്കാൽ വിനായകർ കോവിലിലും ഭഗവാന് ആരാധനയും അഭിഷേകവും എല്ലാം നടക്കുന്നത്.
പറ്റുന്നവരൊക്കെ അതിൽ പോയി പങ്കെടുത്തോളുക. അതിലും വിനായകർക്കെന്ന് നമ്മൾ നിവേദ്യത്തിനായിട്ട് പശുവും പാല് വാങ്ങിച്ചു കൊടുക്കുക. നിറയെ പേര് വന്നിട്ട് കടയിൽ പാക്കറ്റ് പാലാണ് വാങ്ങി കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പശുവും പാല് തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങി കൊടുത്തോളുക. ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് എബ്രോഡൊന്നും ഇരിക്കുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അപ്പോൾ കവർ പാല് വാങ്ങിച്ചോളുക. ശരിയാ? നിങ്ങൾ ഇത് വന്ന് അഭിഷേകത്തിന് കൊടുക്കുമ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമാവും. അതുപോലെ തന്നെ തേങ്ങ, പിന്നെ ഭഗവാന്റെ അലങ്കാരത്തിനായിട്ട് പൂക്കള്, ഹാരം എല്ലാം നിങ്ങൾ നിങ്ങളുടെ കയ്യാലെ കൊടുത്തോളുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അരുള് നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ചതുർത്ഥിക്കായിട്ടുള്ള പൂജ ചെയ്യുന്നതും വ്രതം ഇരിക്കുന്നതും അതൊക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടോ. നിങ്ങൾക്ക് ഈ ചതുർത്ഥി ദിവസം കോവിലിൽ പോകാൻ പറ്റുന്നോ ഇല്ലയോ, നിങ്ങൾ വൈകുന്നേരമെങ്കിലും പക്കത്തുള്ള ഒരു വിനായകർ കോവിലിൽ പോയിട്ട് അവിടെ സങ്കടഹര ചതുർത്ഥിയുടെ അലങ്കാരത്തിലിരിക്കുന്ന വിനായകരെ നിങ്ങൾ കുമ്പിട്ടോളുക, മീൻസ് പ്രാർത്ഥിച്ചോളുക. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് പറ്റുമെങ്കിൽ ഒരു 8 പ്രദക്ഷിണം വെക്കുക. അല്ല അത് പറ്റില്ല വെച്ചാല് കുറഞ്ഞത് 3 തവണയെങ്കിലും വലം വെച്ച് വരിക. എന്നിട്ട് ഒരു തേങ്ങ ഉടച്ചോളുക. നിങ്ങൾ വേണ്ടുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുമെന്നത് അച്ചട്ട്. ഇപ്പൊ ജോലി ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനമായാലും അല്ല ഒരു പുതിയ വീട് കെട്ടുന്ന വിഷയമായാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് നടന്നു കിട്ടും. സങ്കടഹര ചതുർത്ഥിക്ക് നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് ഭഗവാന് നിങ്ങൾ നേർന്നു കൊടുത്താലും അതുപോലെ നിങ്ങൾക്കത് നടന്നു കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സങ്കടഹര ചതുർത്ഥി വരുന്ന ഈ ഒരു നാളില് ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ 2 പൊരുൾകള് നിങ്ങളുടെ വീട്ടിലെ പൂജയറയിൽ നിങ്ങൾ വച്ചാലേ പോതും. ഈ 2 പൊരുൾകളും വന്നിട്ട് ഒരു പക്കം നോക്കിയാൽ വെള്ളിയാഴ്ചക്കും ഉകന്തത്, ഒരു പക്കം നോക്കിയാൽ വിനായക ഭഗവാനിക്കും ഉകന്തത്. അതില് ഫസ്റ്റ് പൊരുൾ വന്നിട്ട് ഒരേ ഒരു തുണ്ട് മഞ്ഞള്. ഇത് വന്നിട്ട് ഗുണ്ടുമഞ്ഞളാണ്. ശരിയാ? അത് വന്നിട്ട് നമ്മള് മുഖത്തും ദേഹത്തും ഒക്കെ തേച്ചിടുന്നില്ലേ, അത് അല്ലാതെ വിരളി മഞ്ഞളല്ല, നല്ല ഗുണ്ടു മഞ്ഞള്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മഞ്ഞൾ വാങ്ങി വെച്ചിരിക്കുന്ന മഞ്ഞൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് എടുത്തോളാം. അല്ലാതെ നമ്മൾ പകുതി അരച്ചെടുത്തത് ഒന്നും എടുക്കാൻ പാടില്ല. യൂസ് ചെയ്തതേ ഉള്ളെങ്കിൽ മാത്രം പുതിയത് വാങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ഉള്ളത് തന്നെ എടുത്തോളുക. ശരിയാ? വിനായക ഭഗവാനെ വന്നിട്ട് മഞ്ഞൾ ഉരുവത്തിൽ പിടിച്ചു വെച്ചാല് അതിന്റെ മഹിമ വന്നിട്ട് ഭയങ്കര അധികം. ഈ മഞ്ഞൾ നമ്മൾ ഭഗവാനെ പിടിച്ചു വെച്ചാല് ഭഗവാൻ വന്നിട്ട് അവിടെ വന്ന് ഇരിക്കും. അത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ഭഗവാൻ ഇരുന്നോളൂ എന്നാണ്. ഇതാണ് മഞ്ഞൾക്കിരിക്കുന്ന ഒരു ഭയങ്കരമായ വിശേഷം. അതല്ലാതെ മഞ്ഞൾ എന്നത് മഹാലക്ഷ്മി അമ്മയുടെ മറു ഉരുവം കൂടെ. ഈ 2 പേർക്കും ഉതകുന്ന വെള്ളിയാഴ്ച ഈ സങ്കടകര ചതുർത്ഥി നമുക്ക് വന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് പൊരുൾ വന്നിട്ട് ഒരേ ഒരു ഗുണ്ടുമഞ്ഞള്. ദെൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതിനൊരു കുങ്കുമം വെച്ചോളുക. സെക്കൻഡ് പൊരുൾ വന്നിട്ട് വെള്ളപ്പയറ്. നമ്മുടെ പതിവ് തുടർച്ചയായി പാത്ത് വരുന്നവർക്ക് തരുമേ. ഞാന് ഒരുപാട് പതിവ് വെള്ളപ്പയർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച എന്നത് ശുക്രഭഗവാനിക്ക് ഉകந்த ശുക്രവാരം മാത്രമല്ല, ഈ വെള്ളപ്പയർ എന്നത് ശുക്രഭഗവാനിക്ക് ഉകந்த ധാന്യവും. ഇത് വന്നിട്ട് നിങ്ങൾ ശുക്രഹോരയില് വെള്ളിയാഴ്ച വെച്ച് കഴിഞ്ഞാല് അതിലും സിറപ്പാനത്. അതിലൂടെ പണം വീട്ടില് 10 മടങ്ങ് പെരുകും. ശുക്രദശയെ വീട്ടില് അടിച്ചു കയറും. വെള്ളിയാഴ്ച വന്നിട്ട് ശുക്രഹോര 3 സമയത്തിലൊക്കെയാണ് വരുന്നത്. രാവിലെ വന്നിട്ട് 6 AM ടു 7 AM, ആഫ്റ്റർനൂൺ 1 PM ടു 2 PM, ഇത് രണ്ടും വിട്ടാല് രാത്രി 8 PM ടു 9 PM. ശരിയാ? ഈ 1 അവർ നേരമാണ് നമ്മൾ ശുക്രഹോരയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ ഇന്ന് വന്നിട്ട് ചതുർത്ഥി വ്രതം ആരംഭിക്കുന്നത് രാവിലെ 10:30 മണിക്കാണ്. സോ രാവിലത്തെ ശുക്രഹോര നിങ്ങൾക്ക് பயன்படுത്താൻ പറ്റില്ല. ഇന്നത്തെ രാഹുകാലം വന്നിട്ട് 10:30 12:30 PM വരെയാണ്. ഈ രാഹുകാലം മുടിഞ്ഞ അപ്പുറം മധ്യാഹ്നം 1 PM ടു 2 PM വരുമില്ല. ഈ സമയത്തിലെയോ ഇല്ലെങ്കിൽ വൈകുന്നേരം നൈറ്റ് 8 PM ടു 9 PM, 8 മണിക്കും 9 മണിക്കും ഉള്ള 1 അവർ ടൈമില് ഈ പരിഹാരം വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ വന്നിട്ട് ഒരു ചെറിയ കിണ്ണം എടുത്തോളുക. അതല്ല വെച്ചാൽ ഒരു അകൽ വിളക്ക് എടുത്താലും മതി. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കിണ്ണോ അല്ലെങ്കിൽ അകൽ വിളക്ക് നിരന്ന മാതിരി കുറച്ച് ഈ വെള്ളപ്പയർ ഇട്ടോളുക. എന്ന് വെച്ചാൽ അത് ചിമ്പയൊന്നും ഇടണ്ട, ഒരു 3/4 ഇട്ടാലും മതി. ഓരോരോ ദിവസവും വെള്ളിയാഴ്ച വരുന്ന ശുക്രഹോരയില് ശുക്രഭഗവാനിക്ക് തന്നെ ഒരു ദീപം ഏത്തി വെച്ച് ആ ദീപത്തിന്റെ മുന്നേ നിങ്ങൾ ഈ വെള്ളപ്പയർ സമർപ്പിച്ചാല് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലോ ശുക്രദോഷം ഇരുന്നാല്
ആ ശുക്രദോഷം വന്നിട്ട് പടിപ്പടിയാ കുറേശ്ശെ കുറഞ്ഞു വന്നിട്ട് ലാസ്റ്റിൽ ഇല്ലാതെ ആകും. അങ്ങനെയുള്ള അസാധ്യ ശക്തിയുള്ള ഈ ഒരു വെള്ളപ്പയറിനെ ചെറിയ കിണ്ണത്തിൽ അല്ലെങ്കിൽ ഒരു അകൽവിളക്കിൽ പൊട്ടിച്ചിടാൻ ഞാൻ പറഞ്ഞുല്ലോ. അതിന്റെ മേലെ നമ്മൾ പറഞ്ഞില്ലേ മഞ്ഞള്, വിനായകർക്ക് ரொம்ப ഉകന്നത്, ആ മഞ്ഞളിനെ വെച്ചോളുക. കുങ്കുമ പൊട്ടുകൂടെ വെക്കണേ. അപ്പൊ രണ്ടും വെച്ചുല്ലോ. എന്നിട്ട് ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിന്റെ പൂജയറയിൽ കൊണ്ടുപോയി വെക്കുക. ഇപ്പൊ വിനായകരുടെ ഫോട്ടോയോ ശിലയോ ഇരുന്നാൽ അതിന്റെ പക്കത്ത് തന്നെ വെച്ചോളുക. എന്നതിന് ശേഷം വിനായക ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. വിനായക പെരുമാനെ, ഈ ഒരു സങ്കടകര ചതുർത്ഥിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ സങ്കടങ്ങളും, എന്റെ പ്രശ്നങ്ങളും, എന്റെ കഷ്ടങ്ങളും എല്ലാം തീരണം. ഞാൻ എതു പോയി തൊട്ടാലും അതിലെല്ലാം എനിക്ക് വിജയം കിട്ടണം. തടസ്സങ്ങളായിരിക്കുന്നത് എല്ലാമേ വെട്ടിക്കൊട്ടി എറിഞ്ഞു പോകണം. ഇപ്പൊ കല്യാണം നടക്കുന്നില്ല, അല്ല കുട്ടികൾ ഉണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളത് ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചോളുക. ശരിയായിട്ട് നല്ലൊരു ജോലിയില്ല, അത് മാത്രമല്ല രാഹുവിന്റെയും കേതുവിന്റെയും ദോഷം ഇരിക്കുന്നുണ്ട്. ഇതുപോലെ എന്ത് ദോഷം ഇരുന്നാലും ശരി, ധാരാളമായിട്ട് നിങ്ങൾക്ക് വന്ന് വിനായക ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. വന്നിട്ട് ഈ പരിഹാരവും കൂടെ ചെയ്തോളുക. എന്നതിന് ശേഷം ആ മഞ്ഞളിനെ നോക്കിയിട്ട് നിങ്ങൾ ഓം ഗം ഗണപതിയേ നമഃ, ഓം ഗം ഗണപതിയേ നമഃ, ഓം ഗം ഗണപതിയേ നമഃ, ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. അപ്പോൾ എന്താ സംഭവിക്കുക? വിനായകർ വന്നിട്ട് ഈ മഞ്ഞളില് അമരും. അമരും മീൻസ് അദ്ദേഹം വന്ന് ഇരിക്കുമെന്ന്. ശരിയാ, ഭഗവാൻ വന്ന് നമ്മൾ പിടിച്ചു വെച്ച ആ മഞ്ഞയില് ഇരിക്കും. അങ്ങനെയുള്ള ഈ സങ്കടകര ചതുർത്ഥി വിശേഷமான ഈ നാളില്, വിനായകർക്ക് ഉഗന്ത ഈ നാളിൽ, അവർക്ക് ഉഗന്ത ഈ പൊരുൾ വെച്ച് നമ്മൾ വഴിപെടുമ്പോൾ, നമ്മൾ മനസ്സറിഞ്ഞങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ മഞ്ഞളിൽ വന്നിട്ട് വിനായകർ അമർന്ന് ഇരുന്ന് നമുക്ക് എന്ത് വേണമോ അത് അങ്ങനെ തരും. ഇനി അടുത്തതായിട്ട് ശുക്രഭഗവാനെ പ്രാർത്ഥിക്കുക. ശുക്രഭഗവാനെ, എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ശുക്രദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരണമേ, പടിപടിയായിട്ട് കുറച്ചു തരണമേ. നിങ്ങളുടെ കൺ വന്ന് എന്റെ മേലെ പതിക്കണം. എന്റെ കുടുംബത്തിലുള്ള എനിക്കും എല്ലാവർക്കും ശുക്രദശ അടിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് പാവപ്പെട്ടിരിക്കുന്ന ഞങ്ങള് കുറച്ച് പണക്കാരായി മാറണം. ആഡംബരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നോ ഇല്ലയോ, അത്യാവശ്യമായിട്ടുള്ള ഏതൊരു പൊരുൾക്കും പഞ്ഞമില്ലാതെ ജീവിക്കാൻ പറ്റണമെന്ന് ശുക്രഭഗവാനെ മനസ്സിൽ നനച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. ദെൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ 1 മണി നേരം ഉണ്ടല്ലോ, ആ 1 മണി നേരം ഈ പൊരുൾക്കള് അതേപോലെ തന്നെ നിങ്ങൾ പൂജയറയിൽ വെച്ചോളൂ. നിങ്ങൾ ഈ പരിഹാരം വന്നിട്ട് ഒരു 7:30 സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് ശുക്രഹോര 8 മണിക്ക് സ്റ്റാർട്ട് ആവുമ്പോൾ നിങ്ങൾ പൂജയറയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിക്കാവുന്നതാണ്. 9 മണിക്ക് മേലെ, അതായത് ശുക്രഹോര മുടിഞ്ഞതിന് മേലെ ഈ 2 പൊരുൾക്കളും നിങ്ങൾ അതുപോലെ പൂജയറയിൽ തന്നെ നന്നായിട്ട് ഭദ്രമായിട്ട് വെച്ചോളുക. അതും വിനായകരുടെ ഫോട്ടോ ഉണ്ടെങ്കിലോ ശില ഉണ്ടെങ്കിലോ അതിന്റെ പക്കത്ത് തന്നെ വെച്ചോളുക. എന്നതിന് ശേഷം വിനായകർക്ക് ഉഗന്ത ബുധനാഴ്ചയും അതുപോലെ തന്നെ ചതുർത്ഥി തിഥികളിലും നിങ്ങൾ ദീപധൂപം കാമിക്കണം. കുറഞ്ഞതൊരു 3 മാസം, അല്ലെങ്കിൽ അധികപക്ഷം എടുത്താലും ഒരു 6 മാസം വരെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരിക. ദെൻ ആ പൊരുൾക്കൾ വന്നിട്ട് കാഞ്ഞു പോവില്ലേ, സോ അത് എടുത്തിട്ട് നിങ്ങൾ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. മറുപടി നിങ്ങൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതും ഈ സങ്കടകര ചതുർത്ഥി വരുന്ന ദിവസം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് തയ്യാർ ചെയ്ത് നിങ്ങൾ എടുത്ത ഇടത്തിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് പക്കത്തിൽ വെച്ചോളുക. അതുപോലെ തന്നെ വിനായകർക്ക് നമ്മൾ സങ്കടകര ചതുർത്ഥി ഇന്നല്ലേ കോവിലിൽ പോകുന്നവര് പോകുമ്പോൾ 8 നമ്പർ 8 എണ്ണത്തില് കൊഴുക്കട്ട തയ്യാർ ചെയ്ത് നിങ്ങൾ എടുത്തോണ്ട് പോകും. എന്നിട്ട് നിങ്ങളിപ്പോ ഈ 8 കൊഴുക്കട്ട എടുത്തോണ്ട് പോകില്ലേ, അത് നിങ്ങൾ വലിയവർക്ക് കൊടുക്കുന്നോ ഇല്ലയോ അത് വിഷയമല്ല. പക്ഷെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് നിങ്ങൾ കൊടുക്കണം. അതും ഒരു കൊഴുക്കട്ട മുഴുവനും കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു കൊഴുക്കട്ട 4 മുറിച്ചായാലും വരുന്ന കുട്ടികൾക്ക് എല്ലാം കൊടുത്തോളുക. ഇതിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ വളർച്ച വന്ന് നന്നായിട്ട് പോവുകയും ചെയ്യും. അത് മാത്രമല്ല, കുട്ടികളില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ സന്താന ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ എതിർകാലം വന്നിട്ട് ഓഹോ എന്ന് പറഞ്ഞിരിക്കും. ശരിയാ, ഈ ഒരു വഴിപാട് വന്നിട്ട് ഇന്ന് ഈ സങ്കടഹര ചതുർത്ഥി ദിവസം നിങ്ങൾ ചെയ്തോളുക. നിങ്ങളുടെ ജീവിതമേ മാറി മറിയുന്നത് നിങ്ങൾക്കേ ഇങ്ങനെ ആഹാ എന്ന് പറഞ്ഞ് വാ തുറന്ന് നിൽക്കുന്ന മാതിരി നിങ്ങളെ മാറി മറിയും. അപ്പൊ അതില് ഡൗട്ടൊന്നും ഇല്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. അത് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.